സോ ഗൈസ്, ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുകയാണ്. ക്ലബ്ബുകളൊക്കെ തന്നെ സൈനിങ് അനൗൺസ്മെന്റ് ഒക്കെ നടത്തി ലൈവായിട്ട് ഇങ്ങനെ പോവുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ നോക്കിയാൽ അമീർ റാണാവളിയുടെ അനൗൺസ്മെന്റ് കുറച്ച് ദിവസം മുന്നേ വന്നിരുന്നതാണ്. സോ ഇനി അടുത്ത അനൗൺസ്മെന്റ് എന്നാണ് എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. ഔട്ട് ഗോയിങ്സിന്റെ കാര്യത്തിൽ വിദേശ നിരയിൽ ഔദ്യോഗികമായി തന്നെ ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചത് കോമി പെപ്പറയുടെ പടിയിറക്കം മാത്രമായിരുന്നു. എന്നാലും ഇനിയും വിദേശ നിരയിൽ പടിയിറക്കം ഉണ്ടാകുമെന്നുള്ളത് എക്സ്പെക്റ്റഡ് ആണ്. സോ അത്തരത്തിൽ താങ്ക് യു പോസ്റ്റ് വന്നാലും അത്ഭുതപ്പെടില്ല. മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ നോഹ സൊദൈ ഒഴിച്ച് ബാക്കി ആരും തന്നെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവി സേഫ് അല്ല എന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നോഹ ബ്ലാസ്റ്റേഴ്സിൽ ഹാപ്പി അല്ല. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹവും ഹാപ്പി അല്ല എന്നാണ് 90R ഫുട്ബോൾ പേജ് കുറച്ച് ദിവസം മുന്നേ വിട്ട റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. സോ നോഹയുടെ കാര്യത്തിൽ എന്താണ് സത്യാവസ്ഥ, വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ കൺഫേംഡ് ആണോ എന്നുള്ളത് അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. എനിവേ ഈ ഒരു കാര്യത്തിൽ കൺഫർമേഷൻ നമ്മുടെ മാർക്കസ് മെർഗിലോ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പ്രതീക്ഷിക്കുന്നത് വരുന്ന സീസണിൽ നോഹ സൊദൈ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നാണ്. അദ്ദേഹത്തിന് ഇനിയും ഒരു വർഷത്തെ കരാർ ബ്ലാസ്റ്റേഴ്സുമായി അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ മുഖ്യ പരിശീലകൻ ഡേവിഡ് കട്ടാളയുടെ പ്ലാനിൽ അദ്ദേഹവും ഉണ്ട് എന്നാണ് മാർക്കസ് മെർഗിലോ ഇപ്പോൾ പങ്കുവെച്ച ട്വീറ്റ്. സോ നോഹ സൊദൈയുടെ കാര്യത്തിൽ ഇനി ആശങ്കകൾ വേണ്ട. അദ്ദേഹവുമായി ബ്ലാസ്റ്റേഴ്സിന് കരാറുണ്ട്. മാത്രമല്ല, ഡേവിഡ് കട്ടാളയുടെ പദ്ധതിയിൽ നോഹ സൊദൈ ഒരു ഭാഗമാണ് എന്നുള്ളത് മാർക്കസ് മെർഗിലോ ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നോഹ സൊദൈയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച റൂമറുകളൊക്കെ ഇനി എടുത്ത് ചവിട്ടുകൊട്ടയിൽ കളയാം. സോ ഗൈസ്, നമ്മുടെ ഒരു ചാനൽ 10K എന്ന ഫാമിലിയിലെത്താൻ ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ആവശ്യമുള്ളൂ. സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.